ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഒരൊറ്റ യൂസിൽ തന്നെ നല്ല ബ്രൈറ്റനിങ്, നല്ല ഷൈനിങ് സ്കിൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് പെരുംജീരകമാണ്. എല്ലാ വീടുകളിലും മിക്കവാറും എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നതാണ് പെരുംജീരകം. ഇതിനെ വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടും. ഇവിടെ ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കാത്തത് കൊണ്ടാണ് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം പൊടിച്ചത്. അല്ലെങ്കിൽ ഇത് കുറച്ചധികം തന്നെ പൊടിച്ച് വെച്ചിട്ട് സ്ഥിരം ഫേസ് പാക്കാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനെ പൊടിച്ചെടുത്തതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തന്നെ തരികൾ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചായ അരിപ്പിലോ മറ്റോ നന്നായിട്ടത് അരിച്ചെടുക്കാം. നല്ല ക്ലിയർ ചർമ്മം കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് പെരുംജീരകം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചധികം പൊടിച്ചെടുക്കുകയാണെങ്കിലും ഒരു ഡബ്ബയിലെങ്ങാനുമായിട്ട് അടച്ചു വെച്ചാൽ നമുക്കിതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് പൊടിച്ചിട്ടുള്ളത്. എങ്കിലും ഇതൊരു 2-3 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിനെ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് അടച്ച് സൂക്ഷിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത് ആവശ്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്നത് തൈരും അതുപോലെ തന്നെ തേനുമാണ്. തേൻ എല്ലാവർക്കും അറിയാം, മുഖചർമ്മം സംരക്ഷിക്കുന്നതിനും അതുപോലെ മുഖത്ത് മോയ്സ്ചറൈസേഷൻ നിലനിർത്തുന്നതിനും മുഖക്കുരു ഉണ്ടാകുന്നത് തടയുന്നതിനും എല്ലാം നല്ലതാണ് തേൻ. അതുപോലെ തൈര് മുഖത്തെ സുഷിരങ്ങൾ അടയ്ക്കുന്നതിനും അതുപോലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യുന്നതിനും വളരെ നല്ലതാണ് തേൻ. അതുപോലെ തൈര് മുഖത്തിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്താനും സഹായിക്കുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ നല്ലൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റാണ് കിട്ടുന്നത്. പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു തിളക്കം ഫീൽ ചെയ്യപ്പെടും. പെട്ടെന്നൊന്ന് നന്നായി വെളുത്ത പോലെ തോന്നിക്കും. അതുപോലെ ഉള്ള ഒരു ഫീൽ തന്നെയാണിത്. ഈ പാക്ക് ആഴ്ചയിൽ 3 തവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുഖക്കുരു, കറുത്ത പാടുകൾ എല്ലാത്തിൽ നിന്നും നമുക്ക് നല്ലൊരു ആശ്വാസം തന്നെ കിട്ടുന്ന ഒരു പാക്കാണിത്. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ലഭിക്കുന്നതിനും ഇത് നല്ലതാണ്. പെരുംജീരകം നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലൊരു ഘടകം തന്നെയാണ്. അപ്പം മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നോർമൽ വെള്ളത്തിൽ തന്നെ ഒന്ന് മുഖം കഴുകിയതിന് ശേഷം ഇത് ഫേസ് പാക്ക് എടുത്തിട്ടുണ്ട്, അത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് തൈരിൻ്റെയും പെരുംജീരകത്തിൻ്റെയും തേനിൻ്റെയും ഗുണങ്ങളെല്ലാം സ്കിന്നിലൊന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു 2 മിനിറ്റിന് വേണ്ടി. അതിനുശേഷം ഇതിനെ ഒന്ന് ഉണങ്ങാനായി വയ്ക്കുക. ഒരു 20 മിനിറ്റ് വരെ നമ്മൾ ഇതിനെ ഒന്ന് ഫ്രീ ആയി വിട്ടേക്കുക. ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് ഉണങ്ങിപ്പിടിക്കും. അപ്പോൾ ആ തേനും തൈരും ഒക്കെ മുഖത്ത് ഉണങ്ങിപ്പിടിക്കുമ്പം തന്നെ ഒരു വല്ലാത്തൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും ഒരു 20 മിനിറ്റ്. അതിനുശേഷം ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് തുണി ഒന്ന് മുക്കിയതിന് ശേഷം തുടച്ചെടുക്കാവുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ്. കണ്ടിന്യൂ ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.